എല്ലാവർക്കും നമസ്കാരം. കേട്ടിട്ട് എക്സാം കഴിഞ്ഞിട്ട് കുറേ കാലമായില്ലേ, എന്താ ഇതുവരെയായിട്ടും റിസൾട്ട് വരാത്തതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേട്ടിട്ട് എക്സാമിന് ശേഷം നടക്കുന്ന 5 സ്റ്റെപ്സിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പലർക്കും കേട്ടിട്ട് എക്സാം കഴിഞ്ഞ് ആൻസർ കീ വന്നതിന് ശേഷം മാർക്ക് കൂടുകയും അതിനുശേഷം അവർ കേട്ടിട്ട് പാസ്സാവുകയൊക്കെ ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൂടെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പോയി എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പരീക്ഷയുടെ അവസാനത്തോടെ നമ്മുടെ OMR ഷീറ്റിൻ്റെ ഒരു കോപ്പി നമുക്ക് ലഭിക്കും. അത് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊവിഷണൽ ആൻസർ കീ വരുന്നതാണ്. പ്രൊവിഷണൽ ആൻസർ കീയോടൊപ്പം തന്നെ ഒരു കംപ്ലയിൻറ്റ് ഫോമും കൂടെ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ആൻസർ കീ നോക്കിയ ശേഷം ഏതെങ്കിലും ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് കംപ്ലയിൻറ്റ് ഫോം ഉപയോഗിച്ച് തെളിവ് സഹിതം കംപ്ലയിൻറ്റ് പരീക്ഷാ ഭവന് നിങ്ങൾക്ക് അയക്കാനായിട്ട് സാധിക്കും. ഇനിയാണ് തേർഡ് സ്റ്റെപ്പ്, റെക്ടിഫൈഡ് ആൻസർ കീ. നേരത്തെ പരീക്ഷാ ഭവൻ വെച്ച എല്ലാ കംപ്ലയിൻസും അവർ വിശദമായി പരിശോധിച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ പ്രൊവിഷണൽ ആൻസർ കീയിൽ വരുത്തി റെക്ടിഫൈഡ് ആൻസർ കീ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ഇത്തരത്തിൽ റെക്ടിഫൈഡ് ആൻസർ കീ പബ്ലിഷ് ചെയ്യുമ്പോൾ 4-5 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാറ്റങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അതുകൊണ്ടാണ് പല ഉദ്യോഗാർത്ഥികൾക്കും കേട്ടിട്ട് എക്സാമിന് ആൻസർ കീ വന്നതിന് ശേഷം മാർക്ക് വർദ്ധിക്കുകയും അതുപോലെ തന്നെ അവർ കേട്ടിട്ട് എക്സാം പാസ്സാവുകയും ചെയ്തതായിട്ട് നമ്മൾ കേൾക്കുന്നത്. ഇനിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഫോർത്ത് സ്റ്റെപ്പ്, റിസൾട്ട് വരുന്നതാണ്. റിസൾട്ട് വന്നതിന് ശേഷം നമ്മളിൽ പലരും അറിയാതെ പോകുന്ന ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കിയുണ്ട്. അതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ്, വെരിഫിക്കേഷൻ പ്രോസസ്സ്. അതായത് കേട്ടിട്ട് റിസൾട്ട് വന്നതിന് ശേഷം പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഇതിലൂടെ നമ്മൾ കേട്ടിട്ട് പരീക്ഷ എഴുതാൻ കാരണമായിട്ടുള്ള കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകൾ അതത് DEO ഓഫീസുകളിൽ പരിശോധിക്കുകയും അതിൻ്റെ കോപ്പി പരീക്ഷാ ഭവനിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇത് പരീക്ഷാ ഭവൻ പരിശോധിച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള കേഡറ്റിൻ്റെ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കും. ഈ തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റുകൾ DEO ഓഫീസിൽ നിന്നും അവർ നിശ്ചയിക്കുന്ന ദിവസത്തിൽ നമുക്ക് പോയി കൈപ്പറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. എക്സാം, പ്രൊവിഷണൽ ആൻസർ കീ, റെക്ടിഫൈഡ് ആൻസർ കീ, റിസൾട്ട്, വെരിഫിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.